ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വ്ളോഗായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 6:30-7 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ജനലൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉള്ള കാഴ്ചയാണിത്. അപ്പോൾ നേരത്തെ തന്നെ മീൻ വണ്ടി വരും. അപ്പോൾ മീനൊക്കെ വാങ്ങി കൊടുന്ന് അങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മുട്ടൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാടമുട്ട ഉണ്ടായിരുന്നു കയ്യിൽ, എന്നാൽ അത് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പെട്ടെന്ന് പണികളൊക്കെ ഒരുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലും കൂടെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചതിൽ ഉപ്പിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അലക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മെഷീനിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം ആകുമ്പോഴേക്കും അതിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അയലിട്ട് കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് ഓണാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, ലിക്വിഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ നമ്മുടെ കാടമുട്ട സ്റ്റൗവിലൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ ഭൂരിയാട്ടോ, ഗോതമ്പ് പൊടി വെച്ച് ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഭൂരിയാണ്. അപ്പോൾ അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒരു ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നുള്ളുപ്പ്, അതുപോലെ ആവശ്യത്തിന് വെള്ളം, നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ഇക്കാരം. അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ കോഴി വന്നപ്പോൾ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ വീണ്ടും നമ്മുടെ പണിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമ്മളെ എഗ്ഗ് കറിയൊക്കെയുള്ള സവാളയും തക്കാളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പണികൾ ഒരുക്കാനുള്ള ഏർപ്പാടിലാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു സീനാണത്. അങ്ങനെ സ്റ്റൗവിൽ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാവുന്ന കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളുള്ള ദിവസം കൂടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് വഴറ്റി പിന്നെ മസാലപ്പൊടികളും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് അങ്ങനെ കറിയൊക്കെ ഏകദേശം ഫൈനലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഭൂരിയുടെ ബോൾസ് ആക്കി വെച്ചൊക്കെ നമുക്ക് ചുട്ടെടുക്കാണ്ട്. അപ്പോൾ അതേ സെയിം ചട്ടിയിൽ തന്നെ ഞാൻ കഴുകിയെടുത്തിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഓരോരോ ഭൂരി ഇട്ട് കൊടുത്ത് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഒന്ന് ചുട്ടുമാങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഭൂരി ഉണ്ടാക്കിയെടുത്താൽ നല്ല ക്രിസ്പി ഉണ്ട്, അതുപോലെ തന്നെ നല്ല പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല ചട്ടി നല്ല ചൂടായ ശേഷം മാത്രമേ നമ്മൾ പൂരി ഇട്ട് കൊടുക്കാവുള്ളൂ, എന്നാൽ തന്നെ നല്ല പൊങ്ങി വരുള്ളൂ. അപ്പോൾ അറിയാത്തവർക്ക് നല്ലൊരു ടിപ്പും കൂടിയാണ്. അങ്ങനെ നമ്മുടെ പൂരിയൊക്കെ ആയി നമ്മൾ കഴിക്കാൻ വേണ്ടിയിരിക്കണം. അപ്പോൾ പൂരിയുടെ മേലെ കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് കഴിച്ചെടുത്ത് നമ്മൾ ഉഷാറായി. അങ്ങനെ ചായയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.